ഓണാഘോഷത്തിന്റെ ഭാഗമായി ജനം TV സംഘടിപ്പിക്കുന്ന മെഗാ ഓണപ്പൂക്കളം മത്സരം 2025 തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിൽ പുരോഗമിക്കുകയാണ്. ഒന്നാം സമ്മാനം 50,000 രൂപയും രണ്ടാം സമ്മാനം 30,000 രൂപയും മൂന്നാം സമ്മാനമായി 20,000 രൂപയും ഉൾപ്പെടെ വമ്പൻ സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. മെഗാ ഓണപ്പൂക്കളം മത്സരത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, മെഗാ പൂക്കള മത്സരത്തിനാണ് ഇന്ന് മാൾ ഓഫ് ട്രാവൻകൂറിൽ അനന്തപുരിയുടെ മണ്ണിൽ തുടക്കമാകുന്നത്. എല്ലാവരും എത്തിക്കഴിഞ്ഞോ? വിശിഷ്ട അതിഥികളൊക്കെയും മറ്റു വിശദാംശങ്ങളും. കെ.പി. അങ്ങനെ ജനം ടിവിയും ഓണം വൈബിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിൽ ജനം ടിവിയുടെ നേതൃത്വത്തിലുള്ള മെഗാ ഓണപ്പൂക്കള മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മോടൊപ്പം ജനം ടിവിയുടെ കാരണവർ അനിൽ നമ്പ്യാർ ഇവിടെയുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം. അല്ലേട്ടാ, തിരക്കിലാണോ? എങ്ങനെയാണ് നമ്മുടെ പരിപാടികളൊക്കെ ഒന്ന്? പ്രജിത്ത്, ജനം ടി വി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഓണപ്പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ 3 റീജിയനുകളിലായിട്ടാണ് നമ്മൾ മത്സരം സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് അത്തം ദിനത്തിൽ മാൾ ഓഫ് ട്രാവൻകൂറിൽ മത്സരം ഇതാ തുടങ്ങാൻ പോകുന്ന എല്ലാവരും ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റന്നാൾ കൊച്ചിയിലുള്ള ഒബ്രോൺ മാളിലാണ്, 30-ാം തീയതി കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാളിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളാണ്. 50,000 രൂപ. ഞാൻ ഈ നേരത്തെ ഇവിടെ ഉള്ളവരടുത്ത് ഇപ്പോൾ ഈ പങ്കെടുക്കുന്നവരടുത്തൊക്കെ ഞാൻ ചോദിച്ചു, മത്സരത്തുക 50,000 വലിയ തുകയാണെന്നാണ് പറയുന്നത്. സാധാരണ മറ്റ് സ്ഥലങ്ങളിലൊക്കെ 25,000 ഫസ്റ്റ് പ്രൈസ്, പക്ഷേ 50,000 വലിയ തുകയാണ് എന്ന് പറയുന്നു. അതുപോലെ 30,000 സെക്കൻഡ് പ്രൈസ്, 20,000 പിന്നെ ആകർഷകമായിട്ടുള്ള പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട്. നല്ല ജഡ്ജിങ് പാനലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും പൊലിപ്പിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മറ്റൊരു ചാനലുകളും സംഘടിപ്പിച്ചില്ല, ഒരു മാധ്യമ സ്ഥാപനവും ഇത് സംഘടിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രെഡിറ്റ് ജനം ടി വിക്കാണ്. അപ്പോൾ എല്ലാവരും ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഞങ്ങൾ 3 റീജിയനായിട്ട് തരംതിരിച്ചെങ്കിലും കാസർഗോഡ് നിന്ന് വന്നവരുണ്ട്, തലശ്ശേരിയിൽ നിന്ന് വന്നവരുണ്ട്. അതാണ് അവരുടെ സ്പിരിറ്റ് അല്ലേ? ആ പാർട്ടിസിപ്പേഷൻ, പങ്കെടുക്കുക, ഈ മത്സരം വിജയിപ്പിക്കുക, പിന്നെ സമ്മാനം നേടുക. ഇനി ശല്യം ചെയ്യുന്നില്ല, ഇവിടെ കാര്യങ്ങൾ നടക്കട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ. അല്ലേട്ടനാകെ ഓണം പൈപ്പിലാണ്. അല്ലേട്ടനെ കൂടുതൽ ശല്യം ചെയ്യുന്നില്ല, കാരണം അദ്ദേഹം കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ഇരിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. എല്ലാവരും അതിൻ്റെ ഒരുക്കം, അതായത് ഇനി സമയം ആരംഭിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു വശത്ത് പൂക്കളൊക്കെ റെഡിയാക്കിയിരിക്കുന്നു, കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാവരും ഓരോ വശത്തുണ്ട്. ഇനി നമുക്ക് ഈ വന്ന ആൾക്കാരിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. നിങ്ങൾ എവിടുന്നാ ഉള്ളേ? എവിടുന്നാ വന്നവരാ? തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ. ഈ പരിപാടിക്ക് അത്തപ്പൂക്കള മത്സരത്തിനൊക്കെ പോകുന്നവരാണോ? അല്ല, ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. അതെ, സമ്മാനം കൊണ്ടേ പോകത്തുള്ളൂ. കിട്ടുമ്പോ കിട്ടട്ടെ. എന്താണ് നിങ്ങളുടെ ഒരു ഡിസൈൻ ഐഡിയ? എന്താണ് ഡിസൈൻ ഐഡിയ? ടീം അംഗങ്ങളുടെ എണ്ണം അവരുടെ ഓണം ഡിസൈൻ സർപ്രൈസ് ആണ്. ഇവിടെ നമ്മുടെ മറ്റ് ജനം ടിവിയുടെ മറ്റ് ടീമുകളൊക്കെ നിൽപ്പുണ്ട്. അനുചേച്ചി, ഏത് മൂഡ്? ഓണമൂട് വായി കഴിഞ്ഞില്ലേ മൊത്തം? എല്ലാവരും ഉണ്ട്. എല്ലാ ജനം ടിവിയുടെ നമ്മുടെ ഡെസ്കിലെ മുഴുവൻ ആളുകൾ ഇവിടെ ഉണ്ട്. ഏകദേശം എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല ഓണം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല എന്താ പറയുക, മലയാളി മംഗന്മാരായിട്ട് ഇരിക്കുക. എന്താണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ കളർഫുൾ ആക്കാൻ തന്നെ തീരുമാനിച്ചു. എന്തായാലും ജനം ടി വി നമ്മുടെ മെഗാ അത്തപ്പൂക്കളം മത്സരം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ആരംഭിക്കും. അപ്പോൾ പ്രജിത്ത് കണ്ടല്ലോ, നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചില്ലേ? ഇവരുടെ എല്ലാ വിഷ്വൽസ് സമൃദ്ധമാണ്. മാൾ ഓഫ് ട്രാവൻകൂറിലാണ്, ട്രിവാൻഡ്രത്ത്. നമുക്ക് 3 ഘട്ടമായിട്ടാണ് ഇത് നടത്തുന്നത്. പ്രജിത്ത് പറഞ്ഞിട്ടുണ്ടാവും, എങ്കിലും ഒരിക്കൽ കൂടി ഇനി നമുക്ക് കൊച്ചിയിലും കോഴിക്കോടും ഉണ്ട്. എന്തായാലും കളർഫുള്ളാണ് ഓണം. ഇത്തവണത്തെ ഓണം ഞങ്ങൾ പൊടിച്ചിരിക്കും തീർച്ച. അനുചേച്ചിയാണോ ജഡ്ജ്? ജഡ്ജസ് അറിയാവുന്നവർ വരും. ജഡ്ജസ് ആരാണെന്നൊക്കെ ഉള്ള നമുക്ക് അല്പസമയത്തിനുള്ളിൽ അവരുടെയൊക്കെ ദൃശ്യങ്ങൾ നൽകാൻ കഴിയും. എന്തായാലും ഇവിടെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെ ഇവിടെ എല്ലാവരും ലൈനപ്പായി നിൽപ്പുണ്ട്. ചില മുതിർന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ട്, മറ്റ് സ്ഥലങ്ങളിൽ കുട്ടികൾ കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ട്, പുരുഷന്മാരുടെ ടീമുകളുണ്ട്. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾ മാത്രമുള്ളൊരു ടീം നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോൾ അവർ ആ തിരക്കിലേക്ക് വന്നു കഴിഞ്ഞു. ആ സമയത്തിനെതിരെയുള്ളൊരു ഓട്ടമാണെന്ന് കൂടി വേണമെങ്കിൽ പറയാം. എല്ലാവരും ഇപ്പോൾ അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈനുകൾ വരയ്ക്കുന്നു, അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. സമയം നൽകി ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു വശത്ത് ഇവിടെ പൂക്കളൊക്കെ നിറച്ച് വച്ചിരിക്കുന്നു. ഇനി ഓരോ സ്ഥലത്തേക്ക് നമുക്ക് ചെല്ലാം. എവിടെ നിന്ന് വരുന്നവരാ? പൂജപ്പുര. പങ്കെടുക്കാറുണ്ട്. കേരള ടൂറിസം നടത്തുന്ന അത്തപ്പൂ മത്സരത്തിന് പങ്കെടുക്കാറുണ്ട്. നമുക്ക് പ്രൈസും കിട്ടാറുണ്ട്. കിട്ടുള്ള ഏറ്റവും വലിയ പ്രൈസ് എത്ര? കഴിഞ്ഞ കൊല്ലം നമുക്ക് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു കേരള ടൂറിസം. അപ്പോൾ മത്സരിക്കുന്നവർ നിസ്സാരക്കാരല്ല. കേരള ടൂറിസത്തിൻ്റെ അത്തപ്പൂക്കള മത്സരത്തിലൊക്കെ പങ്കെടുത്ത് വലിയ പ്രൈസൊക്കെ നേടിയവരാണ്. ഇവിടെ ഒരു
മുഴുവൻ പുരുഷകേസരികൾ മാത്രമുള്ള ഒരു ടീമിലേക്കാണ് KP. ചേട്ടാ എവിടെ നിങ്ങൾ? കാസർഗോഡ്. അതാണ് നേരത്തെ അല്ലേട്ടൻ പറഞ്ഞൊരു ടീമുണ്ടായിരുന്നു. കാസർഗോഡ് നിന്ന് വന്നവർ ഉണ്ട് എന്ന് പറഞ്ഞു ഈ മത്സരത്തിൽ. തിരുവനന്തപുരത്താണ് മത്സരം നടക്കുന്നത്. കാസർഗോഡ് നിന്ന് എങ്ങനെ എത്തി? എല്ലായിടത്തും ഇങ്ങനെ പോകുന്നത് തന്നെ. എത്ര വർഷമായിട്ട് ഇത്തരം മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്? 25 വർഷം. 25 വർഷത്തെ പാരമ്പര്യമുണ്ട് അല്ലേ? KP 25 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ടീമാണ് ഇവിടെ. അത് മുഴുവൻ പുരുഷന്മാരാണ്. അവർ മത്സരത്തിന്റെ തിരക്കിലേക്ക് പോവുകയാണ്. നമ്മളവരെ കൂടുതലായി ശല്യം ചെയ്യുന്നില്ല, ക്ഷമിക്കണം. പുരുഷന്മാർ മാത്രമല്ല, 2 വനിതകൾ അവരുടെ കൂടെ ഉണ്ട്. അത് ഞാൻ ആദ്യം കണ്ടില്ലായിരുന്നു. എന്തായാലും ഒരുക്കങ്ങൾ പൂർണ്ണമായിട്ടുണ്ട്. KP മത്സരവും ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഓരോ ഡിസൈനുകൾ എങ്ങനെയൊക്കെയുണ്ട്, ഏറ്റവും മനോഹരമായ അത്തപ്പൂക്കളം ഒരുക്കുന്നത് ആരാണ്, അതിൽ ആര് വിജയികളാകും എന്നതൊക്കെയുള്ള കാഴ്ചകൾ നമുക്കിനിയും കാണാൻ കഴിയും. എന്തായാലും മാൾ ഓഫ് ട്രാവൻകൂറിൽ ആഘോഷപൂർവ്വം ആവേശപൂർവ്വം ജനം ടിവിയുടെ ഓണപ്പൂക്കള മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. KP, യെസ്, ഓണാഘോഷത്തിന്റെ ഭാഗമായി ജനം TV സംഘടിപ്പിക്കുന്ന മെഗാ ഓണപ്പൂക്കളം മത്സരം അതിൻ്റെ ഒരുക്കങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, കാസർഗോഡ് നിന്നടക്കം ഈ മാൾ ഓഫ് ട്രാവൻകൂറിലേക്ക്, അനന്തപുരിയിലേക്ക് ഈ പൂക്കള മത്സരം ഒരുക്കാൻ വേണ്ടി ആൾക്കാർ എത്തിയിട്ടുണ്ട്. അത്രത്തോളം മികവുറ്റ രീതിയിൽ, മനോഹരമായ രീതിയിൽ തന്നെയാണ് ജനം TVയുടെ ഈ മത്സരം. ആ മത്സരം തന്നെയാണ്, അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ മാൾ ട്രാവൻകൂറിൽ നടന്നിരിക്കുന്നത്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.